ഹായ് ഫ്രണ്ട്സ്, വീണ്ടും സ്വാഗതം ചെറിയ മീഡിയ എന്ന ഞങ്ങളുടെ യൂട്യൂബ് ചാനലിലേക്ക്. അപ്പം ഞങ്ങളുടെ വീഡിയോസൊക്കെ നിങ്ങൾ സ്ഥിരമായിട്ട് കണ്ട് നിങ്ങൾ തരുന്ന സപ്പോർട്ട് അതൊന്നുകൊണ്ട് മാത്രമാണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത്. അപ്പോൾ അതിൻ്റെ നന്ദിയും ഞങ്ങൾ ഈ അവസരത്തിൽ രേഖപ്പെടുത്തുകയാണ്. അപ്പോൾ ഇന്നൊരു വെറൈറ്റി ഐറ്റവുമായിട്ടാണ് വന്നിരിക്കുന്നത്. വേറൊന്നുമല്ല, ഇത് ഇളമീൻ എന്നൊക്കെ പറയുന്ന മീനാണ്. വളരെ റെയറായിട്ട് മാത്രം കിട്ടുന്നൊരു മീനാണ്. അപ്പോൾ ഇത് വറുത്തരച്ച് കറി വയ്ക്കുന്ന വീഡിയോ ആണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. നല്ല കട്ടിയുള്ള ചെതമ്പലാണ്. ഇതിൻ്റെ തൊലിയൊന്നും ഇരിക്കേണ്ട ആവശ്യമില്ല. ചെതമ്പലാണ് ഏറ്റവും വലിയ പണി. ഇതിൻ്റെ നല്ല കട്ടിയുള്ള ചെതമ്പലാണിത്. പെട്ടെന്നൊന്നും ചെറിയ മീനിൻ്റെ ചെതമ്പൽ പോലെ അങ്ങനെ പോരൊന്നുമില്ല. ഇങ്ങനെ തന്നെ അത് ഈ കാണുന്ന പോലെ തന്നെ എടുക്കണത്. കൈ കൊണ്ടായാലൊക്കെ എടുക്കാം. അപ്പം ചെതമ്പലെ കളഞ്ഞിട്ടുണ്ട്. ഇതിൻ്റെ ചിറക് നമുക്ക് കട്ട് ചെയ്ത് കളയാം. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ തല ഇങ്ങനെ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഓക്കെ, ഇതിൻ്റെ വയറിങ്ങനെ കീറിയിട്ട് ഇതിൻ്റെ ഉള്ളിൽ കുറച്ച് വേസ്റ്റൊക്കെ ഉണ്ടാവും. അത് നമുക്ക് എടുത്ത് കളയാം. ഇതിൻ്റെ വാല് നമുക്ക് വെട്ടിക്കളയാം. അപ്പോൾ നമുക്ക് ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുക്കാം. ഇത് അപ്പോൾ നമുക്ക് അടുത്ത മീനും ഈ കാണുന്ന പോലെ ചെതമ്പൽ കളയാം. മറ്റേതിൻ്റെ പോലെ ഇതിൻ്റെ ചിറകരിഞ്ഞ് കളയാം. ഇതിൻ്റെ വേസ്റ്റൊക്കെ വലിച്ച് കളയാം ഇതുപോലെ. അപ്പം ഇതും നമുക്ക് കട്ട് ചെയ്തെടുക്കാം. മീൻ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കൊന്ന് ചോരമയം പോകാവുന്ന രീതിയിൽ കഴുകിയെടുക്കണം. അപ്പോൾ ഒരു 3-4 തവണ കഴുകിയെടുത്തിട്ടുണ്ട്.
നമുക്ക് അടുത്ത കാര്യങ്ങൾ നോക്കാം. ഓക്കെ, അപ്പോൾ മീനെ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കൊരു 40 അല്ലി ചെറിയുള്ളി കട്ട് ചെയ്തെടുക്കാം. ഇനി ഒരു 7 പച്ചമുളക് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഇനി ഒരു ചെറിയ പീസ് ഇഞ്ചി നമുക്ക് കട്ട് ചെയ്തെടുക്കണം. ഓക്കെ, ഇനി ഒരു 10 അല്ലി വെളുത്തുള്ളി ചെറുതാക്കി കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ അടുത്ത പരിപാടി എന്താ വെച്ചാൽ ഒരു ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട് നമ്മൾ. അപ്പോൾ ചട്ടി ചൂടായിട്ട് നമ്മൾ കുറച്ച് വറ്റൽമുളകും കുറച്ച് മല്ലിയും കൂടെ അതിലേക്ക് ഇട്ട് കൊടുക്കണം. ഇത് വറുത്തിട്ട് നമുക്കൊന്ന് പൊടിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മളിത് മല്ലിയും മുളകൊക്കെ ശരിക്കും വറുത്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് മിക്സിയിലിട്ടൊന്ന് നന്നായിട്ട് പൊടിച്ചെടുക്കാം. അപ്പോൾ ഇത് നമ്മൾ ചട്ടി വെച്ച് കൊടുക്കണ്ട, മീൻ കറിക്കുള്ള ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ചട്ടി ചൂടായിട്ട് നമ്മൾ കുറച്ച് വെളിച്ചെണ്ണയാണ് അതിലേക്ക് ഒഴിച്ച് കൊടുക്കണം. അപ്പോൾ എണ്ണ ചൂടായിട്ട് വെളിച്ചെണ്ണ ചൂടായിട്ട് നമ്മളിത് ഉള്ളി അതിലേക്ക് ഇട്ട് കൊടുക്കണം അരിഞ്ഞ് വെച്ചാൽ. ഇനി നമ്മൾ അരിഞ്ഞ് വെച്ച വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടി ചേർത്ത് കൊടുക്കാം. പച്ചമുളക് അരിഞ്ഞ് വെച്ച് ഇട്ട് കൊടുക്കാം. കുറച്ച് വേപ്പില അതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്കായിട്ട് ഒരു 5 ടീസ്പൂൺ കാശ്മീരി ചില്ലിയാണ് ചേർത്ത് കൊടുക്കുന്നത്. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഉലുവ പൊടിച്ചതാണ് ഒരു 1/4 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഇത് നമ്മൾ നേരത്തെ മല്ലി മുളക് കൂടെ വറുത്ത് പൊടിച്ചിട്ടുണ്ടായിരുന്നു, അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് മിക്സ് ചെയ്ത് കൊടുക്കാം. രണ്ട് ടീസ്പൂൺ സാധാരണ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ആറല്ലി കുടംപുളി നല്ല വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു, അത് ആ കുടംപുളിയും വെള്ളവും കൂടി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. ഇനി ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുക്കുക. എന്തുമാത്രം മീനുണ്ടെന്ന് വെച്ചാൽ അതനുസരിച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം. ഒരു 1.5 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുക അതിലേക്ക്. പോരാൻ നോക്കിയിട്ട് പിന്നെ ഇടാം. ഇനി നമ്മൾ മീൻ ചേർത്തിട്ടില്ല, ഈ മസാലകളെല്ലാം കൂടി ചേർത്ത് നമുക്ക് ഒരു 10 മിനിറ്റ് തിളയ്ക്കണം. തിളച്ചതിന് ശേഷം നമുക്ക് മീൻ ഇട്ട് കൊടുക്കാൻ പറ്റുള്ളൂ. ഇപ്പോൾ 10 മിനിറ്റ് ആയിട്ടുണ്ട്, നമുക്ക് തുറന്ന് നോക്കാം. ഓക്കെ, ഇപ്പോൾ ഇതിൻ്റെ ഗ്രേവി തിളച്ചിട്ടുണ്ട്. നമുക്ക് ഇനി മീൻ ചേർത്ത് കൊടുക്കാം ഇതിലേക്കായിട്ട്. അപ്പോൾ മീൻ ചേർത്ത് കൊടുക്കണം കേട്ടോ. നമ്മളിത് ഗ്രേവിയിൽ മുങ്ങുന്ന വിധത്തിൽ വേണം വെച്ച് കൊടുക്കാനായിട്ട്, എന്നാലേ കറക്റ്റായിട്ട് വെന്ത് കിട്ടുള്ളൂ. അപ്പോൾ മീൻ ചേർത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് വീണ്ടും അടച്ചു വെച്ചിട്ട് ഒരു 1/4 മണിക്കൂർ നേരം വേവിക്കണം. എന്നിട്ട് നമുക്ക് തുറന്ന് നോക്കാം. അപ്പോൾ കൂട്ടുകാരെ, ഒരു 3/4 മണിക്കൂർ സമയമായിട്ടുണ്ട്, നമുക്ക് തുറന്ന് നോക്കാം എന്തായെന്ന് അറിയണമല്ലോ. ഓക്കെ, ഇപ്പോൾ ഏകദേശം ലെവലായിട്ടുണ്ട്. നമുക്കിത് കയ്യിലൊന്നിട്ട് ഇളക്കാൻ പാടില്ല, കാരണം വെച്ചാൽ കട്ടി കുറഞ്ഞ മീനാണ്, പൊടിഞ്ഞു. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം, ഇങ്ങനെ തുണി കൂട്ടി പിടിച്ചിട്ട് ഇങ്ങനെ ചെറുതായിട്ട് ഇതിങ്ങനെ കാണിക്കാം.
അപ്പോൾ കൂട്ടുകാരെ നമ്മുടെ വറുത്തരച്ച ഇളമീൻ കറി റെഡി ആയിട്ടുണ്ട്. ഇളമീൻ കറി പൊറോട്ടയും കൂടി. പൊറോട്ട നമ്മൾ ഉണ്ടാക്കിയല്ല കേട്ടോ, കടയിൽ നിന്ന് വാങ്ങിയാണ്. അത് നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ കൂട്ടുകാരെ നമ്മൾ പൊറോട്ടയും മീൻ കറിയും ടേസ്റ്റ് ചെയ്ത് നോക്കാം. കൊണ്ടാ പൊറോട്ട, മീൻ കറി, അപ്പോൾ കൂട്ടുകാരെ പൊറോട്ടയും ഇളമീൻ വറുത്തരച്ച കറിയും കൂടി ടേസ്റ്റ് ചെയ്ത് നോക്കാം. കൊണ്ടാ കഴിച്ചു നോക്ക്. നിങ്ങൾ തന്നെ കഴിച്ചിട്ട് പറയും. സൂപ്പറായിട്ടുണ്ട്. ഞാനും കഴിച്ചു കൂട്ടേടാ. വെറുതെ പറഞ്ഞല്ലേട്ടാ, സൂപ്പറാണെന്ന് വെച്ചാൽ സൂപ്പറാണ്. കാരണം വെച്ചാൽ ഈ കുടംപുളിയുടെ ടേസ്റ്റും എല്ലാം കൂടി ആയിട്ട് നല്ല ഒരു ടേസ്റ്റാണ്. കാരണം വെച്ചാൽ മീനും നമ്മൾക്ക് അങ്ങനെ ഒരുപാട് കിട്ടാത്ത റയറായിട്ട് കിട്ടുന്ന ഒരു മീനാണ് ഇളമീൻ എന്ന് പറയുന്നത്. അപ്പോൾ സൂപ്പറാണ്. അപ്പോൾ കൂട്ടുകാരെ വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം. നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം. പിന്നെ ആദ്യമായിട്ടാണ് ഞങ്ങളുടെ വീഡിയോസ് കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ബൈ. Oh